ില്ല നീ യാക്കോബാണെങ്കിൽ, ബൈബിളിൽ യാക്കോബ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെന്നറിയാമോ? ദൈവവചനം, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനാണ് ആര്? ദൈവകൽപ്പനകള്, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന, കേട്ട് ജീവിക്കുന്നവരല്ല, അനുസരിച്ച് ജീവിക്കുന്നവനാണ് ആര്? യാക്കോബ്. അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെതിരെ ഏത് മന്ത്രവാദ കൂടോത്രങ്ങൾ കുട്ടിമൂത്ത് വെച്ച് ഒന്നും സംഭവിക്കില്ല. എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രസകരമായ ഒരു അനുഭവം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിരുന്ന ഇടവകകളിൽ വെച്ചുണ്ടായ രസകരമായ സംഭവം. പ്രൈസ് ദി ലോർഡ്. ഇടവകയിലിരിക്കുമ്പോൾ അവിടെ ഒരു കുടുംബം, പ്രൈസ് ദി ലോർഡ്, ഒരു ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ പേഷ്യൻസാണ്. ഹസ്ബൻഡും വൈഫും രണ്ടുപേരും മെൻ്റലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കുർബാനയുടെ മധ്യത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ പള്ളിക്കകത്ത് ഇങ്ങനെ ബഹളവും ശബ്ദങ്ങളൊക്കെ ഇടും. പ്രൈസ് ദി ലോർഡ്. ആരാധന സമയത്തൊക്കെ ഭയങ്കര ശബ്ദം ഇടും. അപ്പോൾ ഒരു ഡിസോർഡറാണ്, കമ്മ്യൂണിറ്റിക്ക് ഭയങ്കരമായ ഒരു ഡിസോർഡർ സംഭവിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് കൈകളടിച്ച് കർത്താവിനെ ഒന്നും മഹത്വപ്പെടുത്തട്ടെ. പോരാ പോരാ പോരാ, ഉണർന്ന് കൈയടിക്കട്ടെ. യേശു ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ അങ്ങനെ വന്നപ്പോൾ ഞാനിവരെ പള്ളിയുടെ പുറകോട്ട് മാറ്റിയിരുത്തി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഫ്രണ്ടിലിരിക്കേണ്ട, നിങ്ങൾ കുർബാനയുടെ സമയത്തൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ഒത്തിരി ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും, ചില ഇങ്ങനെ അവസരങ്ങളുണ്ടാക്കും. അപ്പം ഞാൻ പുറകോട്ട് മാറ്റിയിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പം വീണ്ടും പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി പരിശുദ്ധ ആരാധനയുടെ സമയങ്ങളിൽ നിങ്ങൾ വരണ്ട. പ്രൈസ് ദി ലോർഡ്. നിങ്ങളല്ലാത്ത സമയത്ത് വന്നാൽ മതി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇടവകയുടെ പൊതു തീരുമാനം കേട്ടോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ വ്യക്തിപരമായ തീരുമാനമല്ല, പൊതു തീരുമാനം. എല്ലാം കൂടെ പഠിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്കും ഈ അപ്പനും ഈ ഹസ്ബൻഡും വൈഫും കൂടെ മനസ്സിൽ പ്രശ്നമുള്ള കേട്ടോ. ശരിക്കും സിറമണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ അച്ഛനെ ഇവിടുന്ന് മാറ്റിയിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇനി അടുത്ത പരിപാടി, അച്ഛനെ മാറ്റുക. അതിനുവേണ്ടി അവർ കണ്ടുപിടിച്ച പരിപാടി തിരുവനന്തപുരത്ത് പോയി. പ്രൈസ് ദി ലോർഡ്. ഒരു കൊടിമൂത്തൊരു മന്ത്രവാദിയെടുത്തി വന്നു. പ്രൈസ് ദി ലോർഡ്. കുറേ പൈസ കൊടുത്ത് ഒരു ഒന്നാന്തരം മന്ത്രവാദം നടത്തി. പ്രൈസ് ദി ലോർഡ്. മന്ത്രവാദം കഴിഞ്ഞിട്ട് അവൻ പുറത്ത് കാര്യം പറഞ്ഞു, 3 മാസത്തിനുള്ളിൽ ഡൊമിനിക് അച്ഛൻ ഈ ഇടവയിൽ നിന്ന് മാറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ലായിരുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോഴുണ്ടായ നല്ല കാര്യങ്ങളൊന്നും. അവർക്ക് പറഞ്ഞേ യേശുവേ നന്ദി, ഹല്ലേലൂയ. 3 മാസം കഴിഞ്ഞിട്ട് യാതൊരു മാറ്റവും എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. കുലുക്കും ഇല്ലെന്ന് മാത്രമല്ല, ഞാൻ കുറേയും കൂടെ ഉറച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 6 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ വീണ്ടും 3 വർഷം കൂടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥമായിട്ടിരുന്നിട്ട് ഞാൻ മാറുക. അപ്പോൾ ആ സമയം അതിനിടയ്ക്ക് ഞാൻ കാണുമ്പോൾ ഈ മനുഷ്യനോട് പറയും, കഷ്ടമായിപ്പോൾ കേട്ടോ, അത്രയും പൈസ പോയല്ലേ. പ്രൈസ് ദി ലോർഡ്. ഒന്നും സംഭവിച്ചില്ല, ആകെ വിഷമിച്ചു പോയി. ശരിക്കും ഞാൻ ഒരു കാര്യം എന്നെ പഠിപ്പിച്ചത് കരുതിച്ചോ, നീ യാക്കോബാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നീ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു തിന്മയുടെ ശക്തിക്ക് നിന്നെ തൊടാനായിട്ട് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 4:4 പറയും, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാളും ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും ശക്തനാണ്. വീണ്ടും 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം പറയുന്നുണ്ട്. അതായത്, യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റു പറഞ്ഞേ ദൈവത്തിൻ്റെ, അവർക്ക് പറഞ്ഞേ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവവചനാധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ സാത്താന് നിന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. കൊടുമൂത്ത ആളുകൾ നിനക്കെതിരെ ഏതുതരം മന്ത്രവാദം ചെയ്താലും നിന്നെ ഫലിക്കുകയില്ല. അതാണ് യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല. ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കത്തില്ല. കാരണം അവൻ ദൈവവചനം അനുസരിച്ചാണ് അവൻ ജീവിക്കുന്നത്. ശക്തമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് അവനെ തകർക്കാനായിട്ട് ഒരു തിന്മയുടെ ശക്തിക്കും സാധ്യമല്ല. കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഉറക്കെ വിഷയം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
വീണ്ടും വചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21-22 വചനം, 21-ാമത്തെ വചനം പറയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ, എന്നുവെച്ചാൽ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാകുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. വചനം അനുസരിച്ച്, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാകുക. എങ്കിൽ തിന്മയുടെ ശക്തിക്ക് നിന്നെ പരാജയപ്പെടുത്താനായിട്ട് ഒരു കാരണവശാലും സാധ്യമല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വചനം, 22-23 വചനം, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വചനം കേൾക്കുന്നവർ മാത്രമാകാതെ അത് അനുവർത്തിക്കുന്നവരല്ലെങ്കിൽ നിങ്ങൾ ആത്മവഞ്ചകരാണെന്ന് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുക. ഇപ്പൊ ദൈവവചനം കേട്ടിട്ട് കാര്യമില്ല, ധ്യാനം കൂടിയിട്ട് കാര്യമില്ല. ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന വചനം അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. പോരാ 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 പോരാ. യേശു ആരാധന ആരാധന. കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ആഖാന് പറ്റിയ പ്രശ്നം ഇതാണ്. ആഖാൻ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് അവന് ഈ തിന്മയുടെ വസ്തു, അശുദ്ധ വസ്തു, ദൈവം എടുക്കരുത് എന്ന് പറഞ്ഞ വസ്തു, അതെടുത്ത് അവനവൻ്റെ വീട്ടിൽ കുഴിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് അത് അവൻ്റെ ഉള്ളിൽ കിടക്കുക. അതുകൊണ്ട് സാത്താൻ അവനെ അടിച്ച് തകർക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ മറ്റൊരു സംഭവം മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു തിന്മയുടെ ശക്തിക്ക് നമ്മളെ ഉപദ്രവിക്കാൻ നമ്മൾ കൃപയിലാണെങ്കിൽ, അഭിഷേകത്തിലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. തമ്പുരാന്റെ സമയത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ നേരെ മറിച്ച് മറ്റൊരു വചനം ഓർക്കുക. തിന്മ അന്ന് ചിലർക്ക് മന്ത്രവാദത്തോട് തകർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വേണമെങ്കിൽ പറ്റും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ അഭിഷേകത്തിലല്ല എങ്കിൽ, ദൈവകൽപ്പന അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ സംഭവിക്കാം. പ്രൈസ് ദി ലോർഡ്. നിർബന്ധമില്ല, സംഭവിക്കാം. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കറിയാം, കേരളത്തിലൊരു പ്രമുഖമായൊരു ഫാക്ടറി, ഒരുപാട് വളർന്നു, ഒത്തിരി വളർന്നു, ഒരു 500-ഓളം ജോലിക്കാരുണ്ട്. ഭയങ്കര സെറ്റപ്പിലുണ്ടായ സംഭവമാണ്. ഒരു കുടുംബം മുഴുവനോട് നടത്തിക്കൊണ്ട സംഭവം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ സംഭവിച്ചത് മുഴുവൻ ഫ്ലോപ്പായി. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് തകർന്ന് 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 ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം പോലും നഷ്ടപ്പെട്ട് എല്ലാം തീർന്ന് ഭയങ്കര പ്രശ്നത്തിലായി. ആ കൂട്ടത്തിൽ ഒരാൾക്ക് ക്യാൻസർ രോഗം വന്ന് മരിക്കുന്നു. ഒരുപാട് തകർച്ചകൾ വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവരാകട്ടെ സഭയെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ഫാമിലിയാണ് താനും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പൈസ ഉണ്ടായിരുന്ന കാലത്ത് സഭയ്ക്ക് വേണ്ടി ചില ദേവാലയങ്ങളൊക്കെ മുഴുവനോടെ പണിയിപ്പിച്ച് കൊടുത്തിട്ടുള്ള ആളുകളാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ തിരിച്ചടി വരാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് പൈശാചിക പീഡ ഇവരുടെ കുടുംബത്തിലേക്ക് ആഞ്ഞടിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആ നാളുകളിൽ ഇവർ കുടുംബസമേതം എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കുറേ നേരം. പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഇങ്ങനെ വല്ല സംഭവങ്ങളും ഞങ്ങളുടെ സ്ഥലത്ത് നടന്നിട്ടുണ്ടോ എന്ന്. സ്ഥലം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ ഫാക്ടറിയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പല മന്ത്രവാദത്തിൻ്റെ തകടുകൾ സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ എടുത്തിട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം ഒത്തിരി തകർച്ച. എന്നറിയില്ല അച്ഛൻ, എന്താ സംഭവിച്ചത് ഒന്നും അറിയത്തില്ല. അച്ഛനൊന്ന് കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കാറ്. എന്നിട്ട് അച്ഛൻ വന്ന് വെഞ്ചരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ പോകാറില്ല, എനിക്ക് താല്പര്യം, ഞാൻ പ്രാർത്ഥിച്ചോളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവർ ചെയ്ത കാര്യം അതേപടി ഇവർ പോയിട്ട് നേരെ ഇത്തിരി വിഷമത്തെ അതുപോലെ തകർന്നു. മനുഷ്യ അവർക്ക് നിലനിൽപ്പിനെ ബാധിച്ചൊരവസ്ഥ. ആ നാളുകൾ അവർക്കൊരു 400-ഓളം 500-ഓളം ഏക്കർ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഒരു ദൂരെ ഒരിടത്ത്. അതൊന്ന് വിറ്റാൽ ഇവരുടെ പ്രശ്നം മുഴുവൻ തീരും. പക്ഷേ അത് വിൽക്കാൻ വേണ്ടി ഒരു 4-5 വർഷം നോക്കിയിട്ട് ഒരു അനക്കമില്ല, കെട്ടിക്കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ബന്ധനത്തിൽ കിടക്കുന്ന ഒരു വീട്. പ്രൈസ് ദി ലോർഡ്. ഫോളോ മീ. യെസ്. അപ്പോൾ ഈ അവസരത്തിൽ ഇവർ ചെയ്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവർ നേരെ ഇവരുടെ ബിഷപ്പിൻ്റെ അടുത്തുണ്ട്. ബിഷപ്പിനോട് പറഞ്ഞു, പിതാവേ എങ്ങനെ പിതാവ് ഒന്ന് വന്നിട്ട് പിതാവിനെ തന്നെ അവർ വിളിച്ച്, പിതാവെ ഒന്ന് വന്നിട്ടൊന്ന് വെഞ്ചരിച്ച് തരാമോ? കാരണം അവരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുള്ള, സഭയെ ഒത്തിരി സഹായിച്ചിട്ടുള്ള.
അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ ആരെങ്കിലും വിടാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിട്ട് പിതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് അച്ഛൻ പോയിട്ട് ഒന്ന് വെഞ്ചരിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ഒരുപാട് അവർ വേദനയിലാണ്. അവർ ഒരുപക്ഷെ ശരിക്കും ഒരു ആത്മഹത്യയുടെ വാക്ക് നിൽക്കുന്ന പോലെ അത്ര വന്നാൽ അതേസമയം അങ്ങ് ഉയർന്നൊരു കുടുംബമായിരുന്നു. ഭയങ്കരമായ സാമ്പത്തിക ചുറ്റുപാടുണ്ടായിരുന്ന കുടുംബം, സീറോ അടിച്ച് നിൽക്കുന്ന സമയം. പ്രൈസ് ദി ലോർഡ്. ഫോളോ മീ. സ്ഥലമെടുത്തപ്പോൾ ഹല്ലേലൂയ. ഇവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവ് പറഞ്ഞുകൊണ്ട് ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ഈശോ എന്നോട് പറയുന്നൊരു ദിവസം ഞാനങ്ങ് വരും. ഈശോ എന്നോട് പറയുന്ന ദിവസം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിർബന്ധിക്കേണ്ട, ഈശോ എന്നോട് പറയുകയാണ് ഞാൻ വരും, ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല. പിതാവ് അപ്പം ഞാൻ പിതാവ് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും വരും, പക്ഷേ ഈശോനെ പറയാൻ വേണ്ടി നിങ്ങൾ അപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഉപവാസവും പ്രാർത്ഥന, കുടുംബം മുഴുവൻ അവർ ബന്ധുക്കൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥന. ഇതൊരു പാർട്ട്ണർഷിപ്പ് വർക്കാണ്, സഹോദരങ്ങളെല്ലാം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര സംഭവം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ദിവസം ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ട് ശരിക്കും വിഷമിച്ച് സങ്കടപ്പെട്ട് ഇവരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ രാവിലെ കുർബാന അർപ്പിച്ചു, തനിച്ച് ഞാനിങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പിക്കും. അപ്പോൾ കുർബാനയാണ് ഭയങ്കര പവറാണ്. ഈശോ ജീവനോടെ വരുന്ന സ്ഥലമാണല്ലോ പരിശുദ്ധ കുർബാന. വേറെ ഒന്നും ഇല്ലെങ്കിലും കുർബാന മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുർബാന അർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ കുർബാന ഇടയിൽ വെച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളോട് ഇങ്ങനെ പറയുക, ഇന്ന് നീ പോയിട്ട് അവിടെ പോയിട്ട് വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയോടെ ഞാൻ ഫോൺ എടുത്ത് ആരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരും, നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും. ഞാൻ ഇപ്പം തന്നെ പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങ് വരും, എനിക്ക് വെള്ളമോ കാപ്പിയോ ഒന്നും വേണ്ട, എനിക്കൊന്നും സംഭവം വേണ്ട, എന്ന് വെഞ്ചരിച്ചിട്ട് ഞാൻ വരും, ഞാൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവിടെ ചെന്നു, ഞാൻ ഇവരെ വീട്ടിൽ കയറി ചെന്നു. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആകെ വീട് തകർന്ന് ശരിക്കും വിഷമം തോന്നും. വലിയൊരു കൊട്ടാരം പോലത്തെ സാഹചര്യം, പക്ഷേ എല്ലാം തകർപ്പണമായിട്ട് ഒരു കുടുംബം എന്തെങ്കിലും തകരാവോ അത്രയും തകർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പുറമേ അഡ്രസ്സും പേരുമുള്ള ഭയങ്കര അഡ്രസ്സുള്ള നാട് നീളെ ലോകം മുഴുവൻ അറിയാവുന്ന കുടുംബം, പക്ഷേ തീർന്ന് ഫിനിഷായിട്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കയറി ചെന്നപാട് പരിശുദ്ധ, അപ്പോൾ ഇവരെല്ലാം സഹോദരങ്ങളെല്ലാം നിൽപ്പുണ്ട്. പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലാം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആദ്യം ഇവരോട് പറ, ഇവരുടെ സഹോദരങ്ങളിൽ നിൽക്കുന്ന ഇവർ മുഴുവനും പരസ്പരം ക്ഷമ ചോദിക്കാനും കാല് പിടിക്കാനും പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഈശോ പറയും നിങ്ങൾ ചെയ്യണം. ഇപ്പം നിങ്ങൾ പരസ്പരം ക്ഷമ ചോദിക്കണം, കാല് പിടിച്ചിരിക്കണം. നിങ്ങൾ തമ്മിലുള്ള ആകെ പാപം അത് മാറ്റുക, വെറുപ്പും വിദ്വേഷം പകയും ഉള്ളിലുള്ള വൈരാഗ്യം എടുത്ത് കളയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അവിടെ നിന്ന് മുട്ടുമേ ഒരു കരുണക്കൊന്തയും ചൊല്ലിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ കരുണക്കൊന്തയില്ലപ്പോൾ ഈശോ പറഞ്ഞു, ഇങ്ങനെ വീടിനകത്തോട് കയറുന്ന് വെഞ്ചരിച്ചോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വീട്ടിലന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവർ ഫാക്ടറി ചെന്നു. ഫാക്ടറി ചെന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒരു സ്ഥലത്തും ഇങ്ങനെ ഈശോ ഒരു പൈശാചിക ഈശോ കാണിച്ച് പറഞ്ഞു, ഇവിടെ ഇന്ന തിന്മ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞു വെച്ചാൽ ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഞങ്ങൾക്ക് ഇത്രപോലെ മന്ത്രവാദത്തിൻ്റെ സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു സ്പിരിറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ശരിക്കും. അന്ന് എനിക്ക് കാണിച്ചു ചോദിക്കും. അങ്ങനെ 2-3 സ്പോട്ടുകൾ കാണിച്ചു. ഇവരുടെ മെഷീനറിയൊക്കെ തുരുമ്പ് പിടിച്ചു തുടങ്ങി. കാരണം വർക്ക് ചെയ്യുന്നില്ല, എല്ലാം തുറന്നു, ജോലിക്കാരെല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറക്കണം, ഒന്ന് നിലനിൽപ്പ് മുഴുവൻ പൂട്ടിക്കെട്ടാൻ പോവാം. പ്രൈസ് ദി ലോർഡ്. ലാസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ വെഞ്ചരിപ്പ് നടക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. വെഞ്ചരിപ്പ് കഴിഞ്ഞു. അവിടെ തന്നെ ഞാൻ വണ്ടി എടുത്ത് ഞാൻ എൻ്റെ പള്ളിയോട്ട്, ഞാൻ എൻ്റെ സ്ഥലത്തോട്ട് ഞാൻ പോരുകയും ചെയ്തു. വേറൊന്നും ചിന്തിച്ചില്ല. ഈശ്വര പ്രാർത്ഥിച്ചു, സ്തുതിച്ച് പ്രാർത്ഥിച്ചോണ്ട് ഞാൻ പോരുക, വേറൊന്നും ചെയ്യുന്നില്ല. സംഭവിച്ചത് ദൈവമേ നന്ദി, ദൈവത്തിന് മാത്രം. ഞാനൊന്നുമല്ല, അച്ഛൻ എന്നാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവ് കൽപ്പിക്കാതെ നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. അതായത് യോഹന്നാൻ സുവിശേഷം 3:27-28 പറയുന്ന പോലെ, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുക സാധ്യമല്ല. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുക സാധ്യമല്ല. സംഭവിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൂടി എൻ്റെ അടുത്ത് വന്നു, അച്ചോ കോടിക്കണക്കിന് നന്ദി അച്ചോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, എന്താ സംഭവിച്ചത്? 90% പ്രശ്നം ഒറ്റ മാസം കൊണ്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ ബിസിനസ് വീണ്ടും റീഓപ്പൺ ചെയ്തു. കർത്താവ് ഭയങ്കരമായിട്ട് റീഓപ്പൺ ചെയ്തു. ഇപ്പോൾ അത് പഴയതിനേക്കാളും മെച്ചപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വെഞ്ചരിപ്പ് കഴിഞ്ഞ് സംഭവിച്ച കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതെനിക്ക് എൻ്റെ തന്നെ ഈ ഒരു മേഖലയിലെ ഒരുപാട് സംശയങ്ങൾ ഈ ഒറ്റ സംഭവത്തിലൂടെ കർത്താവ് മാറ്റി തന്നൊരു സംഭവം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അത് തന്നെ കർത്താവ് എനിക്ക് മാറ്റി തന്ന ഒരു വലിയൊരു ഇൻസിഡൻ്റാണ് ഈ സംഭവിച്ച കാര്യം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തട്ടെ. പോരാ 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 പോരാ. ഉച്ചത്തില് പ്രൈസ് ദി ലോർഡ്. ആമേൻ.
സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ദൈവഹിതത്തിന് വിരുദ്ധമായ ചില സംഭവങ്ങൾ അത് എടുത്തു മാറ്റണം. മറ്റൊരു സംഭവമാണ് ഈ നാളുകൾ മറ്റൊരു ഇതുപോലെ തന്നെയാണ്. ഒരു കുടുംബം ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നം, വിവാഹമോചനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നല്ലേ നാളെ വിവാഹമോചനം. അവർ തമ്മിൽ ഒരുപാട് ഇഷ്യൂസ്, കുടുംബ പ്രശ്നം, പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പ്രശ്നം. എത്ര നോക്കിയിട്ടും ആ പ്രശ്നം പരിഹരിക്കാൻ ആരെയും കൊണ്ടും പറ്റുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കൊന്ന് കേരളത്തിലെ എല്ലാവരും തന്നെ അത് ആ കേസിൽ ഇടപെടാത്ത ആളുകൾ കുറവായിരിക്കും. കാരണം 5-10 വർഷമായിട്ട് നടക്കുന്നൊരു നീണ്ടൊരു പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഫാമിലി പ്രോബ്ലം, ബിഗ് ഫാമിലി, ഭയങ്കര ഒരു പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്കും വലിയൊരു ബിസിനസ്സുള്ളതാണ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ്. നോബഡി ക്യാൻ കൺട്രോൾ. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ ദിവസം ഇപ്പോൾ അവസാനം ഇവർ എൻ്റെ അടുത്ത് വരിക, അച്ഛ പ്രാർത്ഥിക്കണം പറഞ്ഞു. എനിക്ക് വേറൊന്നുമില്ല, നമുക്ക് ഈശോ കാണുമ്പോൾ ഈശോ പ്രാർത്ഥിച്ച് പറഞ്ഞു. ഈശോ കാണിച്ചു ഒരു കന്യാസ്ത്രീയും കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു, ഒരു കന്യാസ്ത്രീ യേശു വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഈ കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ കുടുംബസമേതം ഇവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്ഥിരപ്പെടുത്തി ഹല്ലേലൂയ. ഞങ്ങളുടെ കാരണവന്മാരുടെ സ്ഥലത്താണ് ഇവർ താമസിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അവരെ അവിടുന്ന് ഓടിച്ചു, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയ സംഭവം. എന്നിട്ട് പറയാം, അച്ഛാ ഞങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്, സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്താണ് തെറ്റ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് മുഴുവൻ അവർ ചെയ്ത്, ഈ കന്യാസ്ത്രീകൾ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. എല്ലാം പറഞ്ഞു കേട്ട ശേഷം ഈശോനെ പറഞ്ഞു, പോയി അത് ആ സിസ്റ്റേഴ്സ് ആരൊക്കെയാണോ അവരുടെ മുഴുവൻ കാലെ വീണ് ക്ഷമ ചോദിച്ചാൽ നാളെ ഈ പ്രശ്നം തീരുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എപ്പോൾ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഇത് ചെയ്യാൻ പറ്റുമോ? ആദ്യം ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പഴയ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ തകരാൻ പോകുന്നത് നിങ്ങളാ. ഇന്ന് എനിക്കറിഞ്ഞു പലപ്പോഴും കാണാൻ പറ്റും സഭയ്ക്കെതിരെ നീങ്ങുന്ന കുടുംബങ്ങൾ. എന്താണെന്നറിയാം, ഞങ്ങൾക്കായാലും ശപിക്കാനുള്ള വരം ഒന്നും കർത്താവ് ഞങ്ങൾ വൈദികർക്ക് തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, വൈദികർക്കെതിരെ, സഭയ്ക്കെതിരെ, സിസ്റ്റേഴ്സിനെതിരെ, സുവിശേഷ പ്രഘോഷണത്തിനെതിരെ രഹസ്യമായോ പരസ്യമായോ ഒക്കെ തെറ്റ് ചെയ്യുമ്പോൾ പിന്നീട് ഇവരെ സാത്താനങ്ങ് അടിച്ച് തകർക്കുക, ഭയങ്കരമായിട്ട് തല്ലി തകർക്കുന്ന കാണാൻ പറ്റും. ഒരുപാട് അനുഭവങ്ങൾ ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ശപിക്കാനോ അവരെ ഉപദ്രവിക്കാനോ ഒരധികാരമോ ഒരു വരമോ ഒരു കൃപയോ ഞങ്ങൾക്ക് അങ്ങനെയുള്ള സംഭവം. ജനത്തെ ശപിക്കാൻ, ദൈവത്തെ അനുഗ്രഹിക്കാനുള്ള അഭിഷേകം മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ എന്താണെന്നറിയില്ല, സഭയെ വൈദ്യർ ഭയങ്കര തകർച്ച. കഴിഞ്ഞ ആളൊരു അച്ഛൻ പറയായിരുന്നു, അവരുടെ ഈ ഒരു ഇടവകയ്ക്കുള്ള സംഭവമാണ്. ഒരിക്കലും ഒരു സഹോദരൻ പള്ളിക്ക് കൊടുത്ത പറമ്പ് പിന്നെ അത് ഭീഷണിപ്പെടുത്ത് തിരിച്ചു മേടിച്ചു. പ്രൈസ് ദി ലോർഡ്. കേസ് കളിച്ച് മെത്രാൻ പറഞ്ഞ് കൊടുത്തേക്കാൻ പറഞ്ഞു. അതിനുശേഷം ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ സ്നേഹിതനായി അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യമാണ്, എന്ന് ആ പറമ്പ് തിരിച്ചു മേടിച്ചോ അന്ന് മുതൽ ഭയങ്കര പ്രശ്നം തുടങ്ങിയപ്പോഴേ വന്നപ്പോഴേ അച്ഛനോട് ചോദിച്ചിരുന്നു, നിങ്ങൾ വല്ലതും മന്ത്രവാദം ചെയ്തിട്ടാണോ ആ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു തന്നത്? പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതെന്താണാവോ, അത് എടുത്ത് അന്ന് തൊട്ട് ബാക്കി മുഴുവൻ സമ്പത്തും പോകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ബാക്കി മുഴുവൻ മേഖലയിലും ഒരുപോലെ അടിയായി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതിന് കാരണം ഒറ്റ കാരണമാണ്, ശ്രദ്ധിച്ച് കേട്ടണം. ഭൂമിയിൽ സഭ, തിരുസഭ ദൈവരാജ്യം സ്ഥാപിച്ചിരിക്കുക. കൂദാശകളുടെ സ്ഥാപിക്കപ്പെട്ട ഒരു ദൈവരാജ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആര് സഭയ്ക്കെതിരെ, സുവിശേഷത്തിനെതിരെ, കൂദാശകൾക്കെതിരെ, പരിശുദ്ധ കുർബാനയ്ക്കെതിരെ, വിവാഹമെന്ന കൂദാശയ്ക്കെതിരെ ഒരാൾ നീങ്ങുമ്പോൾ ആ വ്യക്തി ആ നിമിഷം ഈ ദൈവരാജ്യത്തിന് വെളിയിലാകുക. ശ്രദ്ധിച്ച് കേട്ടണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ദൈവരാജ്യം നോക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടണം. അവിടെ ഒരു രാജാവുണ്ട്, ഭടന്മാരുണ്ട്, അല്ലെങ്കിൽ അവിടെ മന്ത്രിമാരുണ്ട്, അവിടെ പ്രജകളുണ്ട്, ജനമുണ്ട്, മുഴുവനുണ്ട്. അതിന് രാജ്യത്തിനൊരു കോട്ടയുണ്ട്, രാജകോട്ട എന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന അതുപോലെ തന്നെയാണ് സഭയാകുന്ന ദൈവരാജ്യം, തിരുസഭയാകുന്ന ദൈവരാജ്യം. മാമോദീസ സ്വീകരിച്ചു കഴിയുന്ന ഓരോ വ്യക്തിയും അതിലെ അംഗമായിട്ട് മാറുകയാണ്.
സഭയുടെ വിശ്വാസത്വങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ആളുകളും അതിൽ പങ്കെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്ഥലമടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. എപ്പോൾ ഇതിന് വെളിയിലിറങ്ങുന്നു അപ്പോഴെന്താണെന്നറിയില്ല, സാത്താൻ്റെ ശക്തി ഇതിന് പുറത്തിറങ്ങാൻ. അതായത് നമ്മളിപ്പോൾ ദൈവപ്രമാണങ്ങൾ, 10 പ്രമാണങ്ങൾ, സഭയുടെ കൽപ്പനകൾ, വിശ്വാസ കൽപ്പനകൾ ഒക്കെ നമ്മൾ അത് തള്ളിപ്പറയുകയും ചീത്ത വിളിക്കുകയും ചെയ്ത് പാവം ചെയ്ത് കഴിയുമ്പോൾ ആ നിമിഷം നമ്മൾ ഇതിൻ്റെ വെളിയിലിറങ്ങുമ്പോഴേ സാത്താൻ ഇങ്ങ് നോക്കിയിരിക്കുക. ഈ കോട്ടയ്ക്ക് പുറത്തിറങ്ങുന്നവരെ സാത്താൻ അടിച്ച് തകർക്കുന്ന കാണുന്നു. പ്രൈസ് ദി ലോർഡ്. സ്ഥലമടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടി ഞാനൊരു ചികിത്സയ്ക്ക് ഒരു ചെക്കപ്പിനായിട്ട് പോവുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു അവിടെ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരാളിനോട് പറഞ്ഞു, അച്ഛാ ഇവിടെ ICUവിൽ ഒരു പേഷ്യൻ്റ് കിടപ്പുണ്ട്, അച്ഛൻ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാവോ? ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം പറയാവോ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛാ, അപ്പം ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്ത് ചെന്നു. ഈ മനുഷ്യൻ്റെ അടുത്ത് പോയി പുള്ളി കണ്ടപാടിന് അച്ഛാ എന്നെ അച്ഛൻ പ്രാർത്ഥിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ എൻ്റെ അപ്പൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ അപ്പൻ എന്നെ വല്ലാണ്ട് ശപിച്ചിട്ട് പറഞ്ഞു. സഹോദരിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വസ്തുസംബന്ധമായ പ്രശ്നത്തെ ചൊല്ലിയ ശപിച്ചിട്ട് പറഞ്ഞു, നീ ഒരിക്കലും ഗതി പിടിക്കില്ല. പ്രൈസ് ദി ലോർഡ്. സ്ഥലം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ അച്ഛാ അതിനുശേഷം എൻ്റെ ജീവിതം തകർന്നു. 6-7 വാഹന അപകടം ഉണ്ടായി. ഇപ്പോൾ ഈ ICUവിൽ കിടക്കുന്ന വലിയൊരു കാർ അപകടം ഉണ്ടായിട്ട് എല്ലാം ഒട്ടിഞ്ഞ് ചതഞ്ഞൊന്ന് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയില്ല അച്ഛാ, ഭയങ്കര പ്രശ്നത്തോടെ ഈ മനുഷ്യനെങ്കിൽ പറയുക. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അവസാനം പുള്ളി പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന മുമ്പ് ഈശോ എനിക്ക് കാണിച്ചിരുന്നു ഒരു വൈദികനെ ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തി കാണിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു, വൈദികരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ സഭയുമായിട്ടോ കുദാശ എങ്ങനൊരു സംഭവം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെല്ലാം സഭയുടെ കൽപ്പനകളും വിശ്വാസ കൽപ്പനകളും അനുസരിച്ച് ദൈവരാജ്യത്തിൽ കഴിയുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. സഭ ദൈവകൽപ്പന രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നമ്മൾ ലംഘിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ദൈവരാജ്യത്തിന് വെളിയിലാകും കേട്ടോ. സഭാ നിയമങ്ങൾ, വിശ്വാസ നിയമങ്ങൾ, വിവാഹമെന്ന കൂദാശകൾ, വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ദൈവരാജ്യമെന്ന വലിയ കോട്ടയ്ക്ക് വെളിയിലാകും. ആ നിമിഷം തൊട്ട് സാത്താന ശക്തി ഊടുപാട് തല്ലി തകർക്കും. അപ്പം ഈ മനുഷ്യൻ പറയാം, അച്ഛ ഒരു സംഭവം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വല്യപ്പൻ്റെ കാലത്തുണ്ട്, പഴയ സംഭവം അച്ഛോ, അത് പറയണോ അച്ഛാ? പറഞ്ഞ് കേൾക്കട്ടെ, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അറിഞ്ഞുകൂടാ, പറയാം. പ്രൈസ് പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും അവർ ആദ്യകാലത്തെ ആളുകൾ അവർ താമസിച്ചിരുന്നത് ആലപ്പുഴ ഭാഗങ്ങളിൽ എവിടെയും കണ്ട. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഭാഗങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. അന്ന് പക്ഷേ ഒരുപാട് എനിക്കൊന്നൊരു 1900-കളുടെയൊക്കെ ആരംഭ കാലഘട്ടങ്ങളുണ്ടായ സംഭവം പറയാണ്. അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഒരു വല്യപ്പൻ പ്രൈസ് ദി ലോർഡ് ഒരു വൈദികനെ കൊന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചരിത്രം പറഞ്ഞു തുടങ്ങി. ഞാൻ കാര്യം സംഭവം എങ്ങനെയാണെന്ന് പറയാൻ പറഞ്ഞു. സംഭവം പറയായിരുന്നു, ഈ വല്യപ്പൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. ഒരുപാട് പാടവും ഒക്കെ ഒത്തിരി വസ്തുക്കളും കൃഷിയിടങ്ങളുണ്ടായിരുന്നു മനുഷ്യന്. അപ്പോൾ ഈ മനുഷ്യൻ്റെ വീട്ടിൽ പണിക്ക് വേലയ്ക്ക് നിന്നിരുന്ന ഒരു മനുഷ്യൻ പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യന് ഒരു സ്ത്രീ, ആ സ്ത്രീയെ എന്തോ നശിപ്പിക്കുകയോ അതുവഴി എന്തോ സീരിയസ് ആയ പ്രശ്നം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവം വികാരിച്ചനറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വികാരിച്ചും വഴി ഇത് നാട്ടിലോട്ട് അറിയും എന്നിങ്ങനെ ആയപ്പോൾ പ്രൈസ് ദി ലോർഡ് വൈകുന്നേരം അച്ഛനെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് വിളിച്ചു വരുത്തി. എൻ്റെ പറയുകയാണ് വല്യപ്പൻ, ചെയ്ത കാര്യം പറയുക. എന്നിട്ട് ഭക്ഷണത്തിൽ വിഷം കയറ്റി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് അച്ഛനെ കൊന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അച്ഛനെ കൊണ്ടുപോയിട്ട് ഈ നെല്ല് സൂക്ഷിക്കുന്ന പത്തായം ഉണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, അതിനകത്ത് കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് പിന്നെ കൊണ്ടുപോയി എന്തോ ചെളിക്കകത്ത് കൊണ്ടുപോയി താത്തു. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവം ഒന്നൊന്നായിട്ട് ഈ മനുഷ്യനെ ICUവിൽ എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ICUവിൽ കിടന്നുകൊണ്ട് പുള്ളി ഇങ്ങനെ പറയുക, ആ വല്യപ്പൻ്റെ ഒക്കെ കാലമൊക്കെ കഴിഞ്ഞിട്ട് കാലം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരിക്കലും പൂർവികരുടെ ശാപവും ഞാൻ പറയാം, ഒരിക്കലും അങ്ങനെയില്ല. അങ്ങനെ സംഭവം ചിന്തിച്ചേക്കാൻ അച്ഛനെ ക്ലാസ് എടുക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അച്ഛൻ പറയാൻ പോകുന്നതാണ് ഇങ്ങനൊരു തിന്മ. ശരിക്കും സഭയ്ക്ക് തിന്നുമ്പോൾ ആ കുടുംബത്തിൽ ആകാനെന്നൊരു വ്യക്തി തെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ റിപ്പർക്കഷൻസ് പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ സൈഡ് എഫക്ട്സ്
4 ദിശകളിലേക്ക് ഒരുപോലെ ആഞ്ഞടിക്കുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇത് ബാധിക്കുന്ന ഒരാളെ മാത്രമല്ല, ബാധിക്കുന്ന മുഴുവനോടെയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് സഭാവിരുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരാളൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനെ മുഴുവനും പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുക. പ്രൈസ് ദി ലോർഡ്. വിശ്വാസവിരുദ്ധമായത് ഇപ്പം വിവാഹമെന്ന് കൂദാശയൊക്കെ പരിഹസിച്ച് തന്നിഷ്ടം പോലെ ജീവിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ചില വിവാഹമോചനങ്ങളൊന്നും നടക്കാൻ പാടില്ലാത്ത. പ്രൈസ് ദി ലോർഡ്. ശരിക്കും ഒരു കാരണവശാലും നടക്കാം. ചിലതൊക്കെ മനഃപൂർവ്വം സ്വന്തം സുഖം, സ്വന്തം സന്തോഷം കിട്ടുന്നില്ല, അതുകൊണ്ടങ്ങ് കളയുന്നു. അതിനുവേണ്ടി ഭാര്യയെ മാനസിക രോഗിയാക്കുന്നു, ഭർത്താവിനെ മാനസിക രോഗിയാക്കുന്നു. ഇല്ലാത്ത രോഗം ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കി കർത്താവിൻ്റെ കൂദാശയെ പിളർത്തുന്ന, വേർപെടുത്തുന്ന, വെട്ടിമുറിക്കുന്ന ചില കുടുംബങ്ങൾ ഓർക്കണം, തകർന്നു പോവുകയാ, ദൈവവിരുദ്ധമായി നിൽക്കുക. സ്ഥലമടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. കൈകൾ ഉയർത്തിയൊന്ന് കൈയടിച്ച ദൈവത്തിൻ്റെ മക്കളാണ്. പോരാ, അഭിഷേകം ഇറങ്ങട്ടെ. പോരാ 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 പോരാ. പ്രൈസ് ദി ലോർഡ്. സ്ഥലമടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി. അപ്പോൾ ദൈവഹിതത്തിന്, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായത് ജീവിതത്തിൽ കിടക്കുമ്പോൾ, കെട്ടിക്കിടക്കുമ്പോൾ തിന്മ കിടക്കുക. ഒരിക്കലൊരു മകൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ആ മകളുടെ 2 കാലിനും മാറാരോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തവാതം പോലെ ഉണ്ടായിട്ട് കാൽപാദത്തിൻ്റെ അടി ഇങ്ങനെ വിണ്ട് കീറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പബ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ഭയങ്കര പെയിനാണ്, തീതിന്ന് വരികയാണ്. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഈ മകൾ വന്ന് ഈശോനോട് പറഞ്ഞ് തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് ചോദിച്ചു നോക്കുക, ആരോടെങ്കിലും വൈരാഗ്യമോ വെറുപ്പോ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഉടനെ മോള് പറയും, എനിക്ക് ആരോടും ഇല്ല, ആരോടും ഇല്ല, ഈ ഭൂമിയിൽ എനിക്ക് ആരോടും ഇല്ല. വീട്ടിൽ ഞാൻ ചോദിച്ചു, ആരോടെങ്കിലും ഉണ്ടേ പറ. ഈശോ പറയുന്നുണ്ടല്ലോ ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പോൾ ഈശോ വീണ്ടും ചോദിച്ചാൽ പറയും, അപ്പനോടുണ്ടോ ചോദിക്കാൻ പറയും. അപ്പനോടുണ്ടോ? അച്ഛാ, എൻ്റെ അപ്പൻ എന്നെ വല്ലാണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പൻ എന്നെ വല്ലാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, തിരസ്കരിച്ചിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എന്നെ ഒരു മകളായിട്ട് അംഗീകരിച്ചിട്ട് പോലും കുറേ കാര്യങ്ങൾ ഇങ്ങനെ അപ്പനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവസാനം ഈശോ എന്നോട് പറയിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോള് ക്ഷമിക്കാന്നുണ്ടെങ്കിൽ അപ്പനോട് ക്ഷമിച്ചാൽ പരിശുദ്ധാത്മാവ് മോളുടെ മേൽ നിറയും. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രവർത്തിക്കും, ഒരു അത്ഭുതം ഇപ്പോൾ ഇവിടെ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പനോട് ക്ഷമിച്ചാൽ, നിരുപാധികം ക്ഷമിച്ചാൽ ഇവിടെ ഒരു അത്ഭുതം ഉണ്ടാവും, വിടുതലുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മകൾ പറഞ്ഞു, പറ്റുന്നില്ല, എനിക്കാവില്ല, എനിക്ക് സാധ്യമല്ല. അപ്പോൾ ഈശോ എന്നോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു തന്നു, ഒരു കാര്യം ചെയ്യാൻ പറയാം, പ്രാർത്ഥിക്കാൻ പറ, ഇപ്പം തന്നെ അങ്ങ് പ്രാർത്ഥിപ്പിക്കാൻ പറയാം. ഞാനൊരു പ്രാർത്ഥന അങ്ങ് ചൊല്ലിക്കൊടുത്തു. എൻ്റെ ഈശോ, എൻ്റെ അപ്പനോട് എനിക്ക് വെറുപ്പായിരുന്നു, അനേക വർഷം കഴിഞ്ഞ് ക്ഷമിക്കാൻ ശക്തി തരണമേ എന്നിങ്ങനെ ഞാനങ്ങ് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുമ്പോൾ ഈ സഹോദരി ഇങ്ങനെ പ്രാർത്ഥന ഏറ്റു ചൊല്ലി കുറച്ച് ഒറ്റ കാർച്ച് വാവിട്ടങ്ങ് അലറി കാറുമ്പോഴത്തേക്ക് ഞാൻ തലേക്ക് വെച്ചങ്ങ് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണേ, ഈ സമയത്ത് പ്രവർത്തിക്കണേ, ഈ സമയം. കാരണം എനിക്ക് ഈശോ പറഞ്ഞ കാര്യമാണ്, ഈ മകള് ഉള്ളിൽ നിന്ന് ദൈവഹിത വിരുദ്ധമായ അതെടുത്ത് വെറുപ്പ്, വൈരാഗ്യം എടുത്തു കളഞ്ഞാൽ ഉടനെ അത്ഭുതം പ്രവർത്തിക്കും. ദൈവം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം 100% ഉറപ്പ്, ഈശോയെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവവചന വിരുദ്ധമായത് അതെന്തായാലും എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അഭിഷേകം കിട്ടൂ. അത് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. പോരാ, ഉച്ചത്തിലാ, കരങ്ങൾ ഉയർത്തി കൈയടിക്കട്ടെ. പുത്തൻ അഭിഷേകം കൊടുക്കട്ടെ, പുതിയൊരു അഭിഷേകം, പുതിയൊരു ചൈതന്യം ഈ കൂട്ടായ്മയുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. 2 കരമുയർത്തി ഈശോയേന്ന് വിളിച്ച് കട്ടാടിയട്ടെ. വലിയൊരു അഭിഷേകം, പുത്തൻ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ. ആമേൻ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് സംഭവിച്ച കാര്യം, ഈ സമയത്ത് ഈ മകള് പറഞ്ഞു, അച്ചോ ഒരു മിറക്കിൾ സംഭവിച്ചു. ഇവള് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മുട്ടുമേ നിൽക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ മകളിങ്ങ് എഴുന്നേറ്റപ്പോൾ ഈ മകൾ, അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ എൻ്റെ ദേഹത്തൂടെ ഒരു അഗ്നി ഇറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്.
ഒത്തിരി ഇറങ്ങിപ്പോയ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അവനെ ഇപ്പോൾ കൊളം പറഞ്ഞ് ഈശോയ്ക്ക് മഹത്വം കൊടുത്തു. അടുത്ത ആളൊന്ന് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകൾ തൻ്റെ ഇടവകയിൽപ്പെട്ട 5-8 സഹോദരിമാരെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വരിക. മറ്റൊന്നുമല്ല, വലിയൊരു സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വരികയാണ്. അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് ഈ മകൾ സുഖപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്ഭുതകരമായിട്ട് മകളുടെ വർഷങ്ങൾ പഴക്കമുള്ള രോഗം കർത്താവ് സുഖപ്പെടുത്തുക. ശ്രദ്ധിച്ച് കേൾക്കുക. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവഹിതത്തിന് വിപരീതമായത് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ സാത്താൻ നമ്മളെ വേട്ടയാടുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതെടുത്ത് കളയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയുന്ന അനുഭവം ഉണ്ടാകും. കൈയടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഉറക്കെ കൈയടിച്ച്, കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. പോരാ, കട്ടഴിയട്ടെ.